Ladies and gentlemen, this is Adarsh and welcome to My Gonadi. സോ ഒരു മലയാളം സിനിമയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത്. ദിപ്പ പടം OTT വന്നിട്ടേ ഉള്ളൂ. 1 സ്റ്റാർ കാസ്റ്റ് ഉള്ള പടം. അർജുൻ അശോകൻ, ഷറഫുദ്ദീൻ, ചന്തുനാഥ്, ശ്രീനാഥ് ബാസി, അദിതി രവി ഇവരൊക്കെ അഭിനയിച്ച ഖജുറാഹോ ഡ്രീംസ് ഇപ്പോ OTT വന്നിട്ടുണ്ട്. സൈന പ്ലേയിലാണ് സ്ട്രീം ചെയ്യുന്നത്. 26-ാം തീയതി OTT റിലീസ് ചെയ്യുന്നതാണ് സൈന പ്ലേ മൊഴിഞ്ഞത്. 26-ാം തീയതി രാത്രി ആയപ്പോഴേ അവർക്ക് നേരം വെളുത്തിട്ടുള്ളൂ. ഇജാതി ഒരു പരട്ട OTT പ്ലാറ്റ്ഫോമാണ്. സോ അദിതി രവിയൊക്കെ ഫീൽഡ് ഔട്ട് ആയില്ലേ? സോ ഇപ്പോഴൊക്കെ ഈ സാമ്പാർ ഉണ്ടാക്കല് അല്ലെങ്കിൽ ചവറ് കോരല് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെയാണ് ആള് ചെയ്യുന്നത്. ഈ ഇടയ്ക്ക് ബോബി ഗോൾ ആ സിനിമയിൽ ഒരു ക്യാരക്ടർ ഇതുണ്ടായിരുന്നു. ഐഫോണിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് തോന്നുന്നു. ഏത് നേരം ഐഫോൺ പിടിച്ചിട്ടിരിക്കുന്നത് കാണാം. സോ ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ കാണേണ്ടതാണ്, ചില സിനിമകൾ നമ്മൾ OTT കാണേണ്ടതാണ്, ചില സിനിമ കാണാനേ പാടില്ല. അങ്ങനത്തെ ഒരു പടമാണ് ഖജുരാഹോ കോമാളികൾ. ഒരു കോമാളി ഷോറൂം അല്ലെങ്കിൽ കോമാളി സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ പറഞ്ഞ സൂപ്പർ മാർക്കറ്റിന് തന്നെ നാണക്കേടാണ്. കോമാളി റേഷൻ കട, അത് മതി. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു നല്ല രസമുള്ള പടമാണ് എന്നൊക്കെ വിചാരിച്ചു. അവിടുന്ന് ഒരു സീന് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഈ സിനിമ രാജാപ്പാട്ട് സെറ്റപ്പ് ആണെന്ന്. ശ്രീനാഥ് ബാസി കറുത്ത കോട്ട് വെള്ള ടൈ ഒക്കെ ഇട്ടിട്ട് വീടിന് പുറത്തിറങ്ങിയപ്പോ കറുത്ത കോട്ട് പോയിട്ട് ബ്രൗൺ കോട്ടായി. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഈ സൂര്യന്റെ രശ്മികൾ വീണപ്പോ കറുപ്പ് വന്നിട്ട് ബ്രൗൺ ആയതാണോ, കളർ മാറുന്ന കോട്ടായിരിക്കും വിചാരിച്ചു. അടുത്ത സ്ഥലത്ത് എത്തിയപ്പോ വീണ്ടും അത് കറുത്ത കോട്ടായി. അത്രയും കണ്ടിന്യൂവേഷന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള പടവും. ഇവര് ടൂർ പോകുന്നുണ്ട്. എന്തിനാണ് ടൂർ പോകുന്നത് ഞാൻ പറയാം. ഇവര് ടൂർ പോകുന്ന സമയത്ത് ശ്രീനാഥ് ബാസി മൊട്ടക്രോപ്പ് അടിച്ചിരിക്കുകയാണ്. എന്നാൽ വീടിന്റെ പുറത്തിറങ്ങി ബൈക്ക് കയറിയപ്പോ മുടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി വരുന്ന വഴിക്ക് എന്താ വിഗ് വല്ലം വെച്ചോ. അത്രയും കിടു കണ്ടിന്യൂവേഷനുള്ള പടമാണ് ഖജുരാഹോ കോമാളികൾ. സോ ഞാൻ ഈ ഖജുരാഹോ ഡ്രീംസ്, ഈ ബൈക്കിലുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞപ്പോ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയൊക്കെ ആയിരിക്കുന്ന വിചാരിച്ചത്. ഇത് വന്നിട്ട് ഖജുരാഹോയില് വൈഫ് ഓൺ റെന്റ് 2 ആഴ്ചത്തേക്ക് ഇവർക്ക് ഈ മറ്റേ ഫസ്റ്റ് നൈറ്റും പരിപാടിയൊക്കെ നടത്താൻ, ഹണിമൂൺ ഒക്കെ നടത്താൻ വേണ്ടി വൈഫ് ഓൺ റെന്റിന് കിട്ടും. കളിക്കാൻ പോണ ഒരു കൂട്ടം ആൾക്കാരുടെ കഥ പറയുന്ന സിനിമയാണ് ഖജുരാഹോ ഡയറീസ്, അല്ല ഖജുരാഹോ ഡ്രീംസ്. അയ്യേ, ഈ 4 വൈഫ് ഓൺ റെന്റിന് പോകണമെന്ന് എനിക്ക് മനസ്സിലായി. അദിതി രവി എന്തിനാണോ പോണ? ഹസ്ബൻഡ് ഓൺ റെന്റ് എടുക്കാനാ. അജേ, അല്ലെങ്കിൽ ഈ പട്ടത്തേങ്ങില് നല്ല വെള്ളം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കാൻ പാടില്ലല്ലോ. കോമാളികൾ പറഞ്ഞ പീക്ക് കോമഡി എന്തൊക്കെയാണ്? മറ്റേ പഞ്ചാബി ദാബയിൽ പോയിട്ട് എനിക്ക് മത്തിക്കറിയും ചോറും കിട്ടും, ഇതൊക്കെയാണ്. അയ്യോ, അങ്ങനത്തെ ഒരു ചളി കോമഡി വിത്ത് ഓവർ ആക്ടിങ്ങിന്റെ ഏറ്റവും പീക്ക്. ഈച്ച് ആൻഡ് എവറി വൺ വെറുപ്പിക്കലായിരുന്നു. അതിന്റെ അതിൽ ഏറ്റവും വലിയ കോമാളി അദിതി രവിയായിരുന്നു. അദിതി രവി മറ്റേ ആൺകുട്ടിയാണ് ഇതില്, സ്ത്രീകളിലെ ആൺകുട്ടിയാണ് വേണ്ടി ക്യാരക്ടർ ബിൽഡപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇജാതി കോമഡി പീസ് പറഞ്ഞാൽ വേഴ്സ്റ്റ് കോമഡി പീസ്. അയ്യേ. സോ ഇതില് മറ്റേ ടുവേർഡ്സ് സെക്കൻഡ് ഹാഫിലാണ് നമ്മുടെ അണ്ണൻ ചന്തുനാഥൊക്കെ വരുന്നത്. ഈ കൂട്ടത്തില്, അതായത് ഈ ഗ്രൂപ്പ് ഓഫ് 5 അല്ലെങ്കിൽ കംപ്ലീറ്റ് സിനിമ എടുത്തു നോക്കി ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ ഇത്രയും കാലിബർ ഉള്ള ഒരു നടനാണ് ചന്തുനാഥ്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അങ്ങേര് എന്തിനും ഇങ്ങനത്തെ പെട്ട തേങ്ങയിലൊക്കെ പോയി അഭിനയിക്കുന്നു? ഒന്നുമില്ല. മറ്റേ ഹാഫ് ഹിന്ദി ഹാഫ് മലയാളം കരച്ച് അരിയ. അയ്യേ, ഇങ്ങനത്തെ ഒക്കെ കൺസെപ്റ്റും കൊണ്ട് സിനിമ എടുക്കണ നേരം യു ക്യാൻ ഡു സം സോർട്ട് ഓഫ് ചാരിറ്റി, അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ സിനിമ എടുക്കുമ്പോൾ നല്ല എന്റർടൈനിങ് ആയി എടുക്കണം. അല്ലാതെ അവിഞ്ഞ കോമഡി. 1990 ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഈ പടം ഇറക്കിയാൽ ഈ പടം പൊട്ടിയിട്ടുണ്ടാവും. ഇനി യാത്ര തുടരുന്നൊക്കെ എഴുതി കാണിക്കേണ്ട അവസാനം സെക്കൻഡ് പാർട്ട് ആണെങ്കിൽ ദയവ് ഇത് ഇറക്കരുത്. ഇറക്കാന്ന് വെച്ചാൽ തിയേറ്റർ ഒന്നും കിട്ടില്ല. അവസാനം ഡബിൾ മുണ്ട് നീട്ടി വലിച്ചിട്ട് റോട്ടിലിരുന്ന് കാണിക്കേണ്ടി വരും. ഇതിൽ മറ്റേ നമ്മുടെ പ്രൊഡ്യൂസർ ബാദുഷ ഒരു റോളൊക്കെ ചെയ്തിട്ടുണ്ട്, ചെറിയൊരു റോളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങേരാണോ ഈ പടം പ്രൊഡ്യൂസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണല്ലോ, ആരാണോ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവർ കയറി അഭിനയിക്കും. അർജുൻ അശോകൻ, ശ്രീനാഥ് ബാസി, അതേപോലെ തന്നെ ചന്തുനാഥ്, അദിതി രവി, ഷറഫുദ്ദീൻ. അയ്യോ, ഷറഫുദ്ദീന്റെ ഒക്കെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ 10 പൈസക്കില്ല. ആജാതി വെറുപ്പിക്കുന്ന അഭിനയം. സോ വേണ്ടവര് കണ്ടു നോക്കുക. അമ്മയെ തല്ലിയാലും 2 പക്ഷമുള്ള ആൾക്കാർ സ്ഥലമാണ്. സോ ഡെഫിനറ്റ്ലി ഈ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു ലോഡ് പേരുണ്ടാവും. ചിലവർക്ക് ഇത് പീക്ക് പടമായിരിക്കും, ഓസ്കാറിന് ഡിസേർവ് ചെയ്യുന്ന പടമായിരിക്കും, നാഷണൽ അവാർഡ് ഡിസേർവിംഗ് പെർഫോമൻസ് ഒക്കെ ആയിരിക്കും. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് ഓൾ അബൌട്ട് പെർസ്പെക്ടീവ്സ് ആൻഡ് ഒപ്പീനിയൻ. വേണ്ടവർ കണ്ടു നോക്കുക. ഖജുരാഹോ കോമാളികൾ ഈസ് അവൈലബിൾ ഓൺ സൈന പ്ലേ.